എന്നും പോയി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കും. പക്ഷേ സ്വയം കാണാറുണ്ടോ നിങ്ങൾ നിങ്ങളെ തന്നെ? കാണുന്നത് പലപ്പോഴും കുറവുകളെയാണ്. മുഖത്ത് പാടുണ്ടോ, തടി കൂടിയോ, ചർമ്മം മോശമായോ, മുടി വെളുത്തോ, കണ്ണിനു ചുറ്റും കരിവാളിപ്പായോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളെ നോക്കുന്നത്. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ നിശബ്ദമായി നിന്ന് നമ്മുടെ ശരീരത്തോട് ചോദിച്ചിട്ടുണ്ടോ, ഞാൻ ജനിച്ച അന്ന് മുതൽ ഇത്രയും നാൾ നീ എന്നെ എങ്ങനെ താങ്ങി നിർത്തി? കാരണം സത്യത്തിൽ നമ്മുടെ ശരീരം വെറുമൊരു രൂപമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ നിശബ്ദ സഹയാത്രികനാണ്. നമ്മൾ കരഞ്ഞപ്പോൾ കണ്ണീർ സഹിച്ചത് ഈ ശരീരമാണ്. നമ്മൾ പേടിച്ചപ്പോൾ വിറച്ചതും ഈ ശരീരമാണ്. നമ്മൾ ആരെയും കുറിച്ച് വിഷമിച്ചപ്പോൾ നെഞ്ചിൽ ഭാരമായി വേദനിച്ചതും ഈ ശരീരത്തിലാണ്. നമ്മളെല്ലാവർക്കും വേണ്ടി ഓടിത്തളർന്നപ്പോൾ തളർന്നിട്ടും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ കാലുകളല്ലേ? എന്നാലും ഇത്രയും നാൾ നമ്മൾ ഈ ശരീരത്തോട് എന്താണ് പറഞ്ഞത്? അവിടെ വേദന, ഇവിടെ വേദന ആവർത്തിച്ചില്ലേ? നിനക്ക് സൗന്ദര്യമില്ല, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, നീ എന്തിനിങ്ങനെ? മറ്റുള്ളവരെ കണ്ടോ, അവരെത്ര സുന്ദരന്മാരാണ്, എത്ര സുന്ദരികളാണ്, നീ എന്തുകൊണ്ടിങ്ങനെ? ഇനിയും ബെറ്റർ ആകണം. ഇതൊക്കെയല്ലേ നമ്മൾ നമ്മുടെ ശരീരത്തോട് പറഞ്ഞത്? ആലോചിച്ചു നോക്കൂ. നിങ്ങളോട് നിങ്ങൾ കൊള്ളുകയില്ല എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേദനിക്കും? ഇതുപോലെയല്ലേ നമ്മുടെ ശരീരവും? ഒരു ചെറിയ സേവനം ചെയ്തുകൊണ്ട് ഈ ശരീരം ഓരോ ദിവസവും നമ്മളെ എഴുന്നേറ്റ് നടത്തുകയാണ്. നമ്മൾ താഴേക്ക് വീണാലും അവിടെ നിന്നും പിടഞ്ഞെഴുന്നേൽക്കുമ്പോഴും ആ വേദന സഹിക്കുന്നത് ശരീരമാണ്. കരഞ്ഞാലും അത് സഹിക്കുന്നതും ശരീരത്തിൻ്റെ ഭാഗമല്ലേ? പക്ഷേ ചിരിക്കുമ്പോൾ നമ്മൾ അതിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? എല്ലാ ദിവസവും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്നത് നീതിയല്ല. നമ്മുടെ ശരീരം നമ്മോട് ഒന്നും ഒരിക്കലും വാദിച്ചു വാങ്ങുന്നുമില്ല. അത് നിശബ്ദമായി സഹിക്കുകയാണ്. പല രാത്രികളിലും മുഴുവൻ സമയവും ഉറങ്ങാതെ വേദന എടുത്തുകൊണ്ടേയിരിക്കുന്ന ചില അവസരങ്ങളില്ലേ? എങ്കിലും അടുത്ത ദിവസം എങ്ങനെയും നമ്മൾ ഉണരുന്നു, ജോലികൾ ചെയ്യുന്നു. വേദനിച്ചാലും ആ വേദനയെ അവഗണിച്ച് നമ്മൾ ജോലി ചെയ്യുവാൻ തുടങ്ങുമ്പോൾ സത്യത്തിൽ എത്ര സെല്ലുകളാണ് ഉള്ളിൽ ഞെരുങ്ങുന്നുണ്ടാവുക? ഹൃദയം തകർന്ന ചില ദിവസങ്ങളിലും ശ്വാസം നിർത്താതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് ഈ ശരീരമല്ലേ? ഇത്രയും സ്നേഹം നമുക്ക് തന്നിട്ടും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് സ്നേഹം കിട്ടാത്തതിനെ ഓർത്ത് പഴിചാരുന്നതും വേദനിപ്പിക്കുന്നതും ഈ ശരീരത്തെയല്ലേ? ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിലേക്ക് എഴുതിക്കോളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരായാലും, അമ്മയായാലും അച്ഛനായാലും അധ്യാപകനായാലും അധ്യാപികയായാലും വീട്ടമ്മയായാലും ദിവസം മുഴുവൻ മറ്റൊരാൾക്കായി ജീവിക്കുന്ന ഒരാളായാലും ഒരു പോസ് എടുക്കൂ, കണ്ണടയ്ക്കൂ, നിങ്ങളുടെ നെഞ്ചിന്മേൽ കൈവയ്ക്കൂ. എന്നിട്ടിത്ര നിങ്ങളോട് സ്വയം ചോദിക്കൂ, എൻ്റെ ശരീരമേ, നീ എന്നെ ഇത്രയും നാൾ താങ്ങിയതിന് നന്ദി. ചിലപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വന്നേക്കാം. കാരണം ചില വാക്കുകൾ വരുന്നത് മനസ്സിൽ നിന്നല്ല, മുറിവിൽ നിന്നാണ്. നിങ്ങളുടെ കാലുകളോട് പറയൂ, ഒന്ന് തലോടിക്കൊണ്ട്, ഇത്രയും നേരം ഇതുവരെ നീ എന്നെ നടത്തിച്ചില്ലേ, നന്ദി. കൈകളോട് പറയൂ, എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്ത കൈകളെ, നന്ദി. നിങ്ങളുടെ കണ്ണുകളിൽ ഒന്ന് തലോടിക്കൊണ്ട് പറയൂ, വേദനയും സന്തോഷവും എല്ലാം കണ്ട കണ്ണുകളെ, നന്ദി. നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയൂ, പൊട്ടിയിട്ടും വീണ്ടും സ്നേഹിക്കുവാൻ തയ്യാറായ എൻ്റെ ഹൃദയമേ, നന്ദി. നിങ്ങളുടെ ശ്വാസകോശത്തോട് പറയൂ, ഞാൻ ശ്രദ്ധിക്കാതെ പോയാലും എന്നെ ജീവനോടെ സൂക്ഷിച്ച ശ്വാസകോശമേ, നന്ദി. ഇതൊരു പ്രാക്ടീസല്ല, ഇതൊരു മടങ്ങിവരവാണ്. നമ്മളിൽ നിന്ന് അകന്നുപോയ നമ്മളിലേക്കുള്ള മടങ്ങിവരവ്.
നമ്മളുടെ ശരീരത്തെ സ്നേഹിക്കുക എന്നത് സെൽഫ് ലവ് പ്രാക്ടീസാണ്. ഇത്രയും നാൾ നമ്മൾ അവഗണിച്ച നമ്മുടെ ശരീരത്തെ നമ്മൾ ഈ നിമിഷം മുതൽ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അതിനുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നു. ഇന്നത്തെ മൈൻഡ് ട്യൂണിംഗ് സ്വന്തം ശരീരത്തിനാണ് കൊടുക്കേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ്ങിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് ശരീരത്തിലെ ഓരോ അവയവത്തെയും ചേർത്ത് പിടിച്ച് കൈകൊണ്ട് തലോടിക്കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ തലോടിക്കൊണ്ട് പറയുക, നന്ദി. എൻ്റെ കണ്ണുകളെ, എന്നെ ഇത്രയും നാൾ നല്ല കാഴ്ചകൾ കാണിച്ചതിന് നന്ദി. എൻ്റെ ചെവിയെ, എന്നെ നല്ല വാർത്തകൾ കേൾപ്പിച്ചതിന് നന്ദി. വായിൽ കൈകൾ വെച്ചുകൊണ്ട് പറയുക, എന്നെ നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാക്കി തന്ന എൻ്റെ നാവിന് നന്ദി. ഓരോ ശരീരഭാഗത്തിനും നന്ദി പറയുവാൻ നമ്മൾ മക്കളെ പരിശീലിപ്പിച്ചാൽ അവർക്ക് ജീവിതത്തോടുള്ള അഭിവാഞ്ച വർദ്ധിക്കുക തന്നെ ചെയ്യും. അവരുടേതാണ് ഈ ശരീരമെന്നും അവരാണത് പരിപാലിക്കേണ്ടതെന്നും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. കുട്ടിക്കാലം മുതൽ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക അവനവൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കുവാൻ, സ്നേഹിക്കുവാൻ. അവനവൻ്റെ ശരീരം പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ ശരീരമെന്നും മനസ്സിലാക്കിക്കൊണ്ട്, സ്വന്തം ജീവിതം പോലെയാണ് മറ്റുള്ളവരുടെ ജീവിതമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിനു വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. വാല്യൂ, അവർക്ക് കൊടുക്കുന്ന വാല്യൂ അത് തന്നെയാണ് ചുറ്റുമെല്ലാവർക്കും കൊടുക്കേണ്ടതും. നമുക്ക് ഓർമ്മിപ്പിക്കാം നമ്മുടെ മക്കളെയും. ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ്ങിലൂടെ എല്ലാ ദിവസവും രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പുതിയ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടക്കട്ടെ. അതിലായിരിക്കട്ടെ പിറ്റേന്ന് രാവിലെ നമ്മുടെ ആദ്യത്തെ ചിന്തയും.